KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 5 വർഷം കേരളത്തിന്റെ സുവർണകാലമെന്ന് ഗവർണർ, സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. ബാർ കോഴ കേസിൽ ബിജുവുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി SP സുകേഷിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം. ബാർ കോഴ കേസിൽ മന്ത്രി K ബാബുവിന് വീണ്ടും വിജിലൻസിന്റെ ക്ലീൻ ചീറ്റ്. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൌസിലേക്ക് സരിത വിളിച്ചത് 50ലേറെ തവണ, പോലീസ് അസോസിയേഷന് നൽകിയത് 20 ലക്ഷം. ലീഗ് നേതാക്കൾ പങ്കെടുക്കില്ല, ചേളാരി സമസ്ത വാർഷികോദ്ഘാടനം നിറം മങ്ങും. അഹദലിയ ദിക്ർ സ്വലാത്ത് ഹൽക്കയും താജുൽ ഉലമ അനുസ്മരണവും നാളെ മർക്കസിൽ. വാർത്തകൾ വിശദമായി. നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിനും ബഹിഷ്കരണത്തിനുമിടയിൽ ഗവർണർ P സദാശിവം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന നയപ്രഖ്യാപനം നടത്തി. കഴിഞ്ഞ 5 വർഷം കേരളത്തിന്റെ സുവർണകാലമാണെന്നും കേരളത്തിന്റെ വളർച്ചാ നിരക്ക് രാജ്യനിലവാരത്തേക്കാൾ മുന്നിലാണെന്നും ഗവർണർ പറഞ്ഞു. വ്യവസായ, ആരോഗ്യരംഗങ്ങളിൽ പുതിയ പദ്ധതികളും പ്രഖ്യാപിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള നയപ്രഖ്യാപനത്തിൽ കൊച്ചി മെട്രോ മുതൽ സബർബൻ റെയിൽവേ വരെയുള്ള നിർമ്മാണത്തിന്റെ പല ഘട്ടങ്ങളിലുള്ള വൻകിട പദ്ധതികളാണ് ആദ്യം പരാമർശിക്കപ്പെട്ടത്. കണ്ണൂർ വിമാനത്താവളത്തിൽ ഈ മാസം പരീക്ഷണ ലാൻഡിംഗ് നടക്കും. സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണം മുതൽ ഭിന്നലിംഗ നയം വരെയുള്ള സർക്കാരിന്റെ 7 പ്രധാന നയങ്ങൾ ഗവർണർ അടിവരയിട്ടു. പുതിയ പദ്ധതികളോ നയസമീപനമോ കാര്യമായി പരാമർശിക്കപ്പെട്ടില്ല. ആരോഗ്യരംഗത്ത് കാരുണ്യ ഡയഗ്നോസ്റ്റിക് ലാബുകൾ നിലവിൽ വരും. കൊച്ചി ക്യാൻസർ സെന്റർ പൂർത്തിയാക്കുന്നതിനൊപ്പം RCC മുതൽ ജില്ലാ ആശുപത്രികൾ വരെ ക്യാൻസർ ചികിത്സാ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കും. റബ്ബറിന്റെ താങ്ങുവില കിലോക്ക് 150 രൂപയാക്കി ഉയർത്തും. ഒറ്റപ്പാലത്ത് ഡിഫൻസ് പാർക്ക് നിലവിൽ വരും. തിരുവനന്തപുരത്ത് ആയുർവേദ ഗ്രാമവും 1.75 ലക്ഷം വീടുകൾ നിർമ്മിക്കും. 50 മാതൃകാ പഞ്ചായത്തുകൾ സ്ഥാപിക്കും. 2.5 മണിക്കൂർ നീണ്ട പ്രസംഗത്തിൽ മദ്യരഹിത കേരളമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ഗവർണർ പറഞ്ഞു. നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ പ്രതിഷേധിച്ച പ്രതിപക്ഷത്തെ രൂക്ഷ വിമർശനത്തോടെയാണ് ഗവർണർ പുറത്തിറക്കിയത്. സമാധാനപരമായി പ്രസംഗം കേൾക്കാനാവില്ലെങ്കിൽ പ്രതിപക്ഷം സഭ വിട്ടുപോകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. VS-ന്റെയും കൊടിയേരിയുടെയും പേരെടുത്തു പറഞ്ഞായിരുന്നു ഗവർണറുടെ പരാമർശം. Better you showed your protest. Better either sit quiet or leave the house. It is up to you. All right. No, Mr. Balakrishna Achuranandam, I have a full energy. I will read slowly. No, I am aware whatever protest you are doing, not against me, against the government, that you conveyed. The entire nation is watching you. That people are noting your objection. Yes. All right. No, beyond this, I think there is some limit. Please. All right. Albert Einstein once said, all that is valuable in human society depends upon the opportunity for development.
ബാർ കോഴ കേസിൽ മന്ത്രി കെ ബാബുവിന് വീണ്ടും വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ്. മന്ത്രി കെ ബാബുവിന് 50 ലക്ഷം രൂപ കൈമാറിയെന്ന ബിജു രമേശിന്റെ ആരോപണം വ്യാജമാണെന്ന റിപ്പോർട്ട് വിജിലൻസ് SP ആർ നിശാന്തിനി വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറി. പണം കൊടുത്തുവെന്ന് അവകാശപ്പെടുന്ന സമയത്ത് ബിജുവിന്റെയും അസോസിയേഷന്റെയും അക്കൌണ്ടുകളിൽ ഇത്രയും പണമില്ലെന്നാണ് കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഡയറക്ടർ തയ്യാറാക്കുന്ന റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ബാർ കോഴക്കേസിൽ മന്ത്രി കെ ബാബുവിനെതിരെ വിജിലൻസ് നടത്തിയ രണ്ടാമത്തെ ദ്രുത പരിശോധനയിലും തെളിവുകൾ കണ്ടെത്താനായില്ല. സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ വെച്ച് 50 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന ആരോപണം വ്യാജമാണെന്നാണ് വിജിലൻസ് SP ആർ നിശാന്തിനിയുടെ അന്വേഷണ റിപ്പോർട്ട്. ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കാർത്തികേയകുമാർ നൽകിയ 22 ലക്ഷത്തിനൊപ്പം 10 ലക്ഷം രൂപ കൂടി ചേർത്താണ് കെ ബാബുവിന് നൽകാൻ 50 ലക്ഷം സ്വരൂപിച്ചു കൂട്ടിയതെന്നായിരുന്നു ബിജു രമേശിന്റെ രഹസ്യമൊഴിയിലുള്ളത്. എന്നാൽ ഈ കാലയളവിൽ ബിജു രമേശിന്റെ അക്കൌണ്ടിൽ 10 ലക്ഷം പിൻവലിച്ചില്ലെന്നാണ് പ്രധാന കണ്ടെത്തൽ. ഈ സമയത്ത് അസോസിയേഷന്റെ അക്കൌണ്ടിലും ഇത്രയും പണമില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് സരിത എസ് നായർ നിരന്തരം ഫോൺ വിളിച്ചതിന്റെ രേഖകൾ സോളാർ കമ്മീഷന് മുന്നിൽ അഭിഭാഷകൻ ഹാജരാക്കി. സരിതയുടെ ഒരു നമ്പറിൽ നിന്നും 50-ലധികം തവണ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഫോണിൽ നിന്ന് വിളിച്ചത് 42 തവണയാണ്. മൂന്നാമത്തെ ഫോണിൽ നിന്നും 38 തവണ വിളിച്ചു. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്നും തിരിച്ചും നിരവധി തവണ വിളിച്ചതായും രേഖകളുണ്ട്. സമർപ്പിച്ച രേഖകളിലെ അത്രയും തവണ വിളിച്ചോ എന്ന കമ്മീഷന്റെ അഭിഭാഷകന്റെ ചോദ്യത്തിന് വിളിച്ചതാണെന്ന് സരിത മൊഴി നൽകി. മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് വിളിച്ചത് 92-ലധികം തവണ. PC വിഷ്ണുനാഥ് MLA സരിതയെ ഒരു നമ്പറിൽ നിന്ന് 175 തവണയും രണ്ടാമത്തെ ഫോണിൽ നിന്നും 12 തവണയുമാണ് വിളിച്ചത്. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ 13 തവണയും മന്ത്രി ആര്യാടനെ വിളിച്ചത് 81 തവണയുമാണ്. ജോപ്പന് 1000-ലധികവും മുഖ്യമന്ത്രിയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫ് ജിക്കുവിനെ 475 തവണയും തോമസ് കുരുവിളയെ 140 തവണയും വിളിച്ചു. അബ്ദുള്ളക്കുട്ടി 23 തവണ. കമ്മീഷൻ അഭിഭാഷകന്റെ രേഖകൾ ശരിയാണെന്ന് സരിത മൊഴി നൽകിയിട്ടുണ്ട്. 2012-13 കാലഘട്ടത്തിലെ ഫോൺ രേഖകളാണ് കമ്മീഷൻ അഭിഭാഷകൻ ഹാജരാക്കിയത്. അതേസമയം പോലീസ് അസോസിയേഷന് 20 ലക്ഷം രൂപ നൽകിയതായി സരിത കമ്മീഷനിൽ മൊഴി നൽകി. പദ്ധതിയിൽ ADGP ശങ്കർ റെഡ്ഡിക്കും പങ്കുണ്ടെന്നും എല്ലാ സ്റ്റേഷനുകളിലും സോളാർ പാനൽ സ്ഥാപിക്കാൻ പ്രമേയം പാസാക്കിയതിനുശേഷം 2013 മാർച്ചിൽ അസോസിയേഷൻ സെക്രട്ടറി GR അജിത്തിനാണ് പണം കൈമാറിയതെന്നും സരിത മൊഴി നൽകി. ഉപകാരസ്മരണയായി സ്മരണികയിൽ ടീം സോളാറിന്റെ പേരിൽ പരസ്യമുണ്ടായിരിക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ അറസ്റ്റിലായതിനെ തുടർന്ന് ഒരു അഭ്യുദയകാംക്ഷി എന്ന നിലയിലാണ് സ്മരണികയിൽ വന്നത്. ബാർ കോഴ കേസ് അന്വേഷിച്ച SP സുകേഷിനും ബാർ ഉടമ ബിജു രമേശിനുമെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് നിർദ്ദേശം. ബിജു രമേശുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയതിനാണ് സുകേഷിനെതിരായ അന്വേഷണം. ബാർ കോഴ കേസിൽ മന്ത്രിമാരുടെ പേര് വെളിപ്പെടുത്താൻ ബിജു രമേശിനെ സുകേശൻ പ്രേരിപ്പിച്ചുവെന്ന് ആരോപണമുയർന്നിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഇത് സംബന്ധിച്ച് ക്രൈം ADGPക്ക് നിർദ്ദേശം നൽകിയത്. വിജിലൻസ് ഡയറക്ടർ N ശങ്കർ റെഡ്ഡിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സുകേഷിനെതിരായ നടപടി. സുകേശൻ സർക്കാരിനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് നൽകിയിരുന്നു. 2 ദിവസം മുമ്പാണ് ശങ്കർ റെഡ്ഡി അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രിക്ക് കൈമാറിയത്. ഇടവേളയ്ക്കുശേഷം വാർത്തകൾ തുടരും. അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, AP അബൂബക്കർ ഉസ്താദ് എന്ന പുണ്യദീപമേ, അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ബാസുരമായൊരു ഭാവിക്കായി എന്നും കർമ്മപദങ്ങൾ തെളിഞ്ഞേ, കർമ്മപദങ്ങൾ തെളിഞ്ഞേ, അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ.
കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ, കാലഘട്ടത്തിനാകെ കൗതുക പൂക്കളായി വളർന്നേ. കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. SSLC +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടി SSF വിസ്ഡം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ നടത്തിയ മാതൃകാ പരീക്ഷ എക്സലൻസി ടെസ്റ്റിന്റെ ഫലപ്രഖ്യാപനം കാസർകോട് കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഗോപകുമാർ നിർവഹിച്ചു. www.wisdomonline.in-ലും പരീക്ഷാ സെന്ററുകളിലും ഫലം ലഭ്യമാണ്. 75,000 വിദ്യാർത്ഥികളാണ് ഈ പ്രാവശ്യം എക്സലൻസി ടെസ്റ്റിൽ പങ്കെടുത്തത്. SSLC വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ്, ഗണിതം, സാമൂഹ്യശാസ്ത്രം വിഷയങ്ങളിലും +2 വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് വിഷയത്തിലുമാണ് ടെസ്റ്റ് നടത്തിയത്. അഹ്ദലിയ ദിക്ർ സ്വലാത്ത് ഹൽക്കയും ഷേഖ് ജിലാനി, താജുൽ ഉലമ, നൂറുൽ ഉലമ, നെല്ലിക്കുത്ത് ഉസ്താദ് അനുസ്മരണവും നാളെ മഗ്രിബ് നിസ്കാരശേഷം മർക്കസ് മെയിൻ ഓഡിറ്റോറിയത്തിൽ നടക്കും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. അനുസ്മരണ പ്രഭാഷണം C മുഹമ്മദ് ഫൈസി നടത്തും. ദിക്ർ ദുആക്ക് സയ്യിദ് സ്വാലിഹ് തുറാബത്തങ്ങൾ നേതൃത്വം നൽകും. KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, VPM ഫൈസി വില്യാപ്പള്ളി, ഡോക്ടർ ഹുസൈൻ സഖാഫി, അബ്ദുള്ള സൈദി, ഹാഫിൽ അബൂബക്കർ സഖാഫി പ്രസംഗിക്കും. പ്രമുഖ സാദാത്തുക്കളും പണ്ഡിതന്മാരും സംബന്ധിക്കും. നൂറുൽ ഉലമ MA ഉസ്താദിന്റെ വഫാത്ത് ദിനമായ റബിയുൽ ആഖിർ 29 അഥവാ ഫെബ്രുവരി 9 കാസർകോട് ജില്ലയിലെ 350 യൂണിറ്റ് കേന്ദ്രങ്ങളിൽ ഉറൂസെ നൂറുൽ ഉലമ എന്ന പേരിൽ അനുസ്മരണ സംഗമം സംഘടിപ്പിക്കാൻ SSF ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു. അന്നേ ദിവസം യൂണിറ്റ് കേന്ദ്രങ്ങളിൽ അനുസ്മരണ പ്രഭാഷണം, തഹ്ലീൽ സദസ്സ്, ഖത്മുൽ ഖുർആൻ, തബറക്ക് വിതരണം തുടങ്ങിയ പരിപാടികൾ നടക്കും. MA ഉസ്താദിന്റെ ജീവിത മാതൃകകൾ പ്രവർത്തകർക്ക് പഠിപ്പിക്കുക കൂടി ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ജില്ലാ പ്രവർത്തക സമിതി യോഗം ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ സഖാഫിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന മുത്തഅല്ലിം സമിതി ചെയർമാൻ അബ്ദുറസാഖ് സഖാഫി കോട്ടക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. അബ്ദുൽ ജബ്ബാർ സഖാഫി, ഉമർ സഖാഫി, ഷാക്കിർ MTP, അബ്ദുസലാം സഖാഫി, ഫാറൂഖ് കുബനൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. മർക്കസ് റൈഹാൻ വാലി പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഓസ്മയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനം മർക്കസ് ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഉസാമ നൂറാനി, വണ്ണക്കോട് മുഹമ്മദ് സഖാഫി, അബ്ദുറഷീദ് സഖാഫി, ജുനൈദ് സഖാഫി, ഓസ്മോ കമ്മിറ്റി ഭാരവാഹികൾ, കൌൺസിൽ മെമ്പർമാർ പങ്കെടുത്തു. തുടർന്ന് നടന്ന കൌൺസിൽ മീറ്റ് പ്രസിഡന്റ് സ്വാലിഹ് ഇർഫാനിയുടെ അധ്യക്ഷതയിൽ ട്രഷറർ മുജീബ് കക്കാട് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ ലത്തീഫി വിഷയാവതരണം നടത്തി. ബഷീർ പാലാഴി സ്വാഗതവും റഹ്മത്തുള്ള നന്ദിയും പറഞ്ഞു. ചേളാരി സമസ്തയുടെ 90-ാം വാർഷികം ലീഗ് മേളയാക്കിയതിനെതിരെ അണികളിൽ വ്യാപക പ്രതിഷേധം. ലീഗിന് അർഹമായതിലധികം പ്രാതിനിധ്യം ഉറപ്പാക്കിയിട്ടും സമ്മേളനത്തിന്റെ ഉദ്ഘാടന ദിവസം തന്നെ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നയിക്കുന്ന കേരളയാത്രയുടെ സമാപനം സംഘടിപ്പിച്ചതിനെതിരെയും വ്യാപക പ്രതിഷേധമാണ് അണികൾക്കിടയിൽ ഉയർന്നിട്ടുള്ളത്. അതേസമയം പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദിനെ കാഴ്ചക്കാരനായി പോലും ക്ഷണിക്കാതിരുന്നതിൽ ലീഗ് അണികൾക്കും പ്രതിഷേധമുണ്ട്. സമ്മേളനത്തിന്റെ പ്രോഗ്രാം നോട്ടീസ് പുറത്തിറങ്ങിയതോടെ ചേളാരി വിഭാഗം അണികൾക്കിടയിൽ കടുത്ത പ്രതിഷേധവും നേതാക്കൾക്കിടയിൽ രൂക്ഷമായ അഭിപ്രായ ഭിന്നതയും ഉടലെടുത്തിരിക്കുകയാണ്. സമ്മേളനത്തിന്റെ ഉദ്ഘാടന ദിവസം തന്നെ 2 ലീഗ് മന്ത്രിമാരെയും 8 MLA-മാരെയും മറ്റ് നേതാക്കളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടിയുടെ കേരളയാത്ര സമാപനം ഇതേ ദിവസം തിരുവനന്തപുരത്ത് നടക്കുന്നതിനാൽ ഇവർക്കാർക്കും സമ്മേളനത്തിൽ സംബന്ധിക്കാനാകില്ല. ഉദ്ഘാടന സമ്മേളനത്തിൽ തന്നെ ക്ഷണിതാക്കൾ കൂട്ടത്തോടെ വിട്ടുനിൽക്കുന്നത് സമ്മേളനത്തിന്റെ ശോഭ കെടുത്തുമെന്ന് ചേളാരി വിഭാഗത്തിലെ ഉന്നത നേതാക്കൾ പോലും സമ്മതിക്കുന്നു. സമ്മേളനം സംഘടിപ്പിക്കുന്നതിൽ ഏറെ പ്രയാസങ്ങൾ സഹിച്ച പ്രാദേശിക സംഘടനാ നേതൃത്വം ഇക്കാര്യത്തിലുള്ള തങ്ങളുടെ നീരസം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞതായി അറിയുന്നു. 11 രാവിലെ 9:30 നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ 13 പ്രസംഗകരുള്ളതിൽ 6 പേർ ലീഗ് MLA-മാരാണ്. വഖഫ് ബോർഡ് ചെയർമാൻ റഷീദ് അലി ശിഹാബ് തങ്ങൾ, അബ്ദുറഹ്മാൻ കല്ലായി എന്നിവർ കൂടിയാകുന്നതോടെ ലീഗ് നേതാക്കളുടെ എണ്ണം 8 ആകും. MP അബ്ദുസമദ് സമദാനിയുടെ പ്രഭാഷണവുമുണ്ട്. ഇവരെല്ലാവരും കുഞ്ഞാലിക്കുട്ടിയുടെ കേരളയാത്ര സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പക്ഷം ചേളാരി വിഭാഗം സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തന്നെ പൊളിഞ്ഞെന്ന സന്ദേശം പ്രചരിക്കും. ഇക്കാര്യം ലീഗ് നേതൃത്വത്തെ നേരത്തെ ബോധ്യപ്പെടുത്തിയിരുന്നതാണെങ്കിലും കേരളയാത്ര സമാപന തീയതി മാറ്റാൻ അവർ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇതിനോടുള്ള പ്രതിഷേധ സൂചകമായി ലീഗ് നേതാക്കളെ പരമാവധി സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന മധ്യനിര നേതൃത്വത്തിന്റെ ആവശ്യം നേതാക്കൾ അംഗീകരിച്ചതുമില്ല. ഏതായാലും 2 മന്ത്രിമാരും 8 MLA-മാരുമടക്കം 1 ഡസനിലധികം ലീഗ് നേതാക്കൾ അണിനിരക്കുന്ന ഉദ്ഘാടന ദിന പരിപാടികൾ തന്നെ ചേളാരി സമസ്തയുടെ ലീഗ് വിധേയത്വം പ്രകടമാക്കുന്നതാണ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഴിഞ്ഞ 5 വർഷം കേരളത്തിന്റെ സുവർണകാലമെന്ന് ഗവർണർ, സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. ലീഗ് നേതാക്കൾ പങ്കെടുക്കില്ല, ചേളാരി സമസ്ത വാർഷികോദ്ഘാടനം നിറം മങ്ങും. ബാർ കോഴ കേസിൽ ബിജുവുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി SP സുകേഷിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൌസിലേക്ക് സരിത വിളിച്ചത് 50-ലേറെ തവണ, പോലീസ് അസോസിയേഷന് നൽകിയത് 20 ലക്ഷം.
ബാർ കോഴക്കേസിൽ മന്ത്രി കെ ബാബുവിന് വീണ്ടും വിജിലൻസിന്റെ ക്ലീൻ ചീറ്റ്. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.